കുഞ്ഞിനെ നമ്മളെടുത്ത് കിടത്തണം. ഈ ഭ്രാന്തന്മാരത് സമ്മതിക്കില്ല. അവർക്കതറിയില്ല. ഒരു കുഞ്ഞിന് വേണ്ടത് അമ്മയാണ്. അമ്മയുടെ അടുത്ത് കിടത്തണം. വാത്സല്യത്തിന്റെ ചൂട്, ഒരിളം ചൂട് കിട്ടണം. ഹൃദയത്തിന്റെ താളമാണ് താരാട്ട്. അതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മാറോടടുക്കി പിടിക്കുന്നത്. മനസ്സിലായോ? ഇവർക്കൊക്കെ സ്റ്റെത്ത് വെച്ചാലേ ഹൃദയമിടി പറയൂ. നമുക്കോ? സൈലൻസ്, സൈലൻസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ 2 മിനിറ്റ് അനുവദിച്ചിരിക്കുന്നു. യെസ് യെസ് മാഡം, വളരെ ശരി. ലുക്ക്, ഒരു മാറാല, ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. 1 മിനിറ്റ്. എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് കഴുകിട്ട് വരാം. ഡെറ്റോൾ. അതല്ല പ്രശ്നം. നമ്മുടെ കുഞ്ഞ് അതിന്റെ തള്ള, അതിന് ഭ്രാന്താ. സ്റ്റോപ്പ് ഇറ്റ്. ഭ്രാന്തോ? ആർക്കാ ഭ്രാന്ത്? ഈ ലോകത്തിൽ എല്ലാവർക്കും ഭ്രാന്താ. മതി, സമയം കഴിഞ്ഞു. ഒരു 10 മിനിറ്റ്. ഇത്രയെങ്കിലും അനുവദിച്ചത് വാര്യർ സാർ ആയതുകൊണ്ടാ. നേരത്തെ സൂപ്രണ്ട് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചേനെ. ഡോക്ടറെ, ഞാൻ ഒരാളെ കൊന്നു. എന്റെ ഉന്മാദാവസ്ഥയില്. എനിക്കറിയില്ല. ഈ ഭ്രാന്തില്ലാത്തവർ എത്ര ലക്ഷം പേരെയാ കൊല്ലുന്നത്? ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ബുഷ്, പോൾ പോട്ട്, എത്ര ദശലക്ഷം പാവങ്ങളെയാ? എനിക്കൊരു ഉത്തരം തരുമോ? അബ്സല്യൂട്ട് ട്രൂത്ത്. പക്ഷേ സാറിന്റെ മനസ്സിന് അസുഖമൊന്നുമില്ല. രക്ഷപ്പെട്ടോളൂ, ഈശ്വരൻ അടിച്ചോളൂ. പോട്ടെ പോട്ടെ. ഡോക്ടർ, കുറച്ച് കൂടുതലാ. ഒരു പ്രാവശ്യം കൂടെ ഷോക്ക്. നോ. കോഴിയുടെ കഴുത്ത് പിരിക്കണ പോലെ നിന്നെ കൊല്ലും. കഴിച്ചോ? കഴിച്ചു. എന്ത് കഴിച്ചു? ഇഡലി. എത്ര എണ്ണം കഴിച്ചു? 3. അമ്മണി ഇന്നലെ ഉറങ്ങിയോ? അവരെന്റെ മുടി മുറിച്ചു കളഞ്ഞു. സാരമില്ല കേട്ടോ, നമുക്ക് മുടിയൊക്കെ വളർത്താം. പിന്നെ ഓ മോള്. ഡോക്ടറെ, ഒരപേക്ഷയുണ്ട്. ഈ കുഞ്ഞിനെ ഞങ്ങളുടെ വാടിയിൽ നിന്ന് കൊണ്ടുപോകരുത്. ആര് പറഞ്ഞു കൊണ്ടുപോകും? ആരും കൊണ്ടുപോകില്ല.